നമുക്ക് വലിയ ശക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് എന്നതുകൂടി പരിശോധിക്കാം. എങ്ങനെയാണ് അവരുടെ സൈനിക വിന്യാസം, സൈനിക ബലം, ആയുധശേഷി എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം. നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇസ്രയേൽ 15ാം സ്ഥാനത്താണ് സൈനിക ശേഷിയിൽ ലോകത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഇറാൻ 16ാം സ്ഥാനത്താണ്. സജീവ സൈനികരുടെ എണ്ണം നോക്കൂ, തമ്മിൽ യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. 1,69,500 പേരാണ് ഇസ്രയേലിന്റെ സൈന്യത്തിലുള്ളത് എങ്കിൽ ഇറാന്റേത് 6,10,000 അതേപോലെ തന്നെ കരുതൽ സൈന്യത്തെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഇസ്രയേലിന് കൂടുതലാണ്. 4,65,000 സൈനികർ കരുതൽ സൈനികർ ഇസ്രയേലിനുണ്ട്. 3,50,000 കരുതൽ സൈനികർ ഇറാനുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂട്ടുകയാണെങ്കിൽ ഏറെക്കുറെ പകുതി സൈനിക ബലം മാത്രമേ സൈനികരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇസ്രയേലിന് ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇസ്രയേൽ എല്ലാ കാലത്തും മുന്നിൽ തന്നെയാണ്. 239 യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിന് സ്വന്തമായിട്ടുള്ളത്. ഇറാനത് 188 മാത്രമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടാങ്കുകളുടെ കാര്യത്തിലും ഇറാൻ തന്നെയാണ് മുന്നിലുള്ളത്. ഇറാന് 2675 ടാങ്കുകൾ ഉള്ളപ്പോൾ ഇസ്രയേലിനത് 1300 മാത്രമാണ്. പോർ വിമാനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ അതുപോലെ തന്നെ മുന്നിലാണ്. ഇസ്രയേലിന് 48 പോർ വിമാനങ്ങൾ ഉണ്ടെങ്കിൽ ഇറാന് 13 പോർ വിമാനങ്ങൾ മാത്രമാണ് തുല്യമായുള്ളത്. എത്രമേൽ സൈനിക ശേഷിയുണ്ടെങ്കിലും ആരുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആയുധം എന്ന് പറയുന്നത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നയം, നമ്മുടെ രാജ്യത്തിന്റെ നയം. പക്ഷേ അത് പ്രതിരോധത്തിന്റെ ശക്തിയുടെ കാര്യത്തിൽ ഏറ്റവും അനിവാര്യവുമാണ് എന്നതും പ്രധാനമാണ്. മുങ്ങിക്കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് 6 മുങ്ങിക്കപ്പലുകളാണുള്ളതെങ്കിൽ ഇറാന് 25 മുങ്ങിക്കപ്പലുകൾ സ്വന്തമായിട്ടുണ്ട്. മൊബൈൽ റോക്കറ്റ് പ്രോജക്റ്റുകൾ ഇറാനുള്ളത് 1550 എണ്ണമാണ്. ഇസ്രയേലിനത് 228 മാത്രമാണ്. വിമാനവാഹിനി കപ്പൽ 2 രാജ്യങ്ങൾക്കുമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇറാനും ഇസ്രയേലും തമ്മിലാണ്. അത് അവരുടെ യുദ്ധമാണ്. അവരുടേതല്ലാത്ത യുദ്ധത്തിൽ ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവർ ലോകത്ത് സൈനിക ശേഷിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. ഇറാൻ 16ാം സ്ഥാനത്തും. സജീവ സൈനികർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 13,33,030 പേരാണ്. അത് ഏറെക്കുറെ അതിലധികം ഇരട്ടിയിലധികം വരും ഇറാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. 6,10,000 നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക്. അതുപോലെ തന്നെ US-ന്റെ കരുതൽ സൈനികർ ഏതാണ്ട് 8 ലക്ഷത്തോളം വരും. 7,99,500 കരുതൽ സൈനികരുണ്ട് അമേരിക്കയ്ക്ക്. അതേസമയത്ത് 3,50,000 മാത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏറെക്കുറെ ഇരട്ടിയാണ് സൈനിക ശേഷിയിൽ അമേരിക്കയ്ക്ക് ഇറാനേക്കാൾ ഉള്ളത്. ഇനി യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവിടെയും US-ഉമായി ഒരു താരതമ്യം ഇറാന് സാധ്യമല്ല എന്നുള്ളതാണ്. 1791 യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്കുള്ളപ്പോൾ 188 മാത്രമാണ് ഇറാനുള്ളത്. ടാങ്കുകൾ 2675 ഇറാനുള്ളപ്പോൾ 4666 അമേരിക്കയ്ക്കുള്ളത്. പോർ ഹെലികോപ്റ്ററുകൾ 13 എണ്ണമാണെങ്കിൽ 1024. എത്ര മടങ്ങ് അധികമാണ് എന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം മുങ്ങിക്കപ്പലുകൾ 25 ആണെങ്കിൽ അമേരിക്കയ്ക്ക് അത് 66. മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ 1550 ഇറാനുള്ളപ്പോൾ 1731. ഒരു താരതമ്യമെങ്കിലും സാധ്യമാകുന്നത് അവിടെ മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. വിമാനവാഹിനി കപ്പൽ ഇറാന്റെ പട്ടികയിൽ ഒന്നുപോലും ഇല്ലാത്തപ്പോൾ അമേരിക്കയുടെ പട്ടികയിൽ അത് 11 എണ്ണമുണ്ട്. അതായത് ഇസ്രയേലുമായി മാത്രമാണ് എന്തെങ്കിലും താരതമ്യം ഇറാന് സാധ്യമായുള്ളത്. അമേരിക്കയുമായി ഒരു താരതമ്യവും സൈനിക ശേഷിയിലില്ല. ഇസ്രയേലും ഇറാനും കൈകോർക്കുന്ന ഒരു യുദ്ധമുഖത്ത് ഇറാൻ എത്രത്തോളം വലിയ പ്രതിരോധത്തിലായി പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കണക്കുകളിൽ നിന്ന്.